അച്ഛൻ പണി മാറ്റി വരുന്ന കണ്ടപ്പോൾ തേജു ഇത് ഓടി ഒളിക്കുകയാണ് കേട്ടോ. അവൻ വന്നിട്ടില്ല, അച്ഛനെ നമുക്ക് പറ്റിക്കാം, അവൻ വന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഒളിച്ചിരിക്കുകയാണ് കർട്ടൻ്റെ പിന്നിൽ. പിന്നെ അതേ അവൻ അച്ഛൻ്റെ സഞ്ചി വാങ്ങാൻ പിന്നാലെ ഓടുകയാണേ. ആദ്യമൊക്കെ ഞാനും ആര്യാടൊന്നും ഇങ്ങനെ ഓടിയിടുന്നത്, ഇപ്പം അതേ അവനായി. അവനും എനിക്കും വേണ്ടി കോൺടോപ്പും പിന്നെ അതേ അച്ഛൻ സംക്രാന്തിക്കുള്ള പോർക്കും കൊടുത്തിട്ടുണ്ടായിരുന്നു. കൈയോടെ തന്നെ അമ്മ പോർക്കിറച്ചി വെക്കാനുള്ള പരിപാടി തുടങ്ങി. ഞാനും തേജു ഐസ്ക്രീം കഴിച്ചു. പിന്നെ അതേ സന്ധ്യ ഇപ്പോൾ ഞങ്ങളിത് മേലെടുക്കി ഞാൻ അമ്മയുടെ മാക്സി എടുത്തിട്ടു. എന്നിട്ട് ഇതേ ഉമ്മറത്ത് കുറച്ച് നേരം അവിടെ ഇരുന്നു. പിന്നെ തേജു അടുത്ത അടവ് തുടങ്ങി. അവനത് പോരാ, അവന് കിൻഡർ ജോയ് വേണം, അത് വേണം, ഇത് വേണം എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ്റെ കൂടെ കടയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ അതേ പോർക്കിറച്ചി വരട്ടുന്നതിൻ്റെ മണം എൻ്റെ മുഖേക്ക് അടിച്ചപ്പോൾ ഞാനൊന്ന് ചെന്ന് നോക്കി. പിന്നെ അതേ തേജു കിൻഡർ ജോയും വാങ്ങി വന്നു. അങ്ങനെ അതേ അവ അത് കഴിക്കാനുള്ള തിരക്കിലാണ്. അപ്പോഴേക്ക് ഇതേ അമ്മ എനിക്കിത് ഇറച്ചി കൊടുന്നു തന്നു. അപ്പോൾ ഞാനിതേ അതും കഴിച്ചു. അച്ഛൻ പിന്നെ അതേ ഉള്ളിവടിയും വേറൊരു സംഭവം കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് തേജു ഇരുന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ തേജുവിൻ്റെ അത് കുറച്ച് തട്ടിപ്പറിച്ചിട്ട് അമ്മയുടെ അടുത്ത് ഉമ്മർത്ത് പോയിരുന്നു കുറച്ച് നേരം കഴിച്ചു. പിന്നെ അതേ വിൻചേട്ടൻ വന്നു. ചേട്ടനാണെങ്കിൽ പോർക്കിറച്ചി കൂട്ടിലേട്ടോ. അതുകൊണ്ട് തന്നെ ചേട്ടനതേ മുരിങ്ങലക്കറിയും ഓംപ്ലേറ്റും ഉണക്കമയും വറുത്ത് തടന്നുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങളിതൊക്കെ കഴിച്ചിട്ട് കിടന്നു.